ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും അതുപോലെ ചോറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണിത്. അപ്പൊ ഞാൻ അതിന് വേണ്ടി കുറച്ച് തക്കാളിക്ക, ഒരു ചെറിയ 2 തക്കാളിക്ക, ഒരു 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചട്നി ആട്ടോ ഇത്, തക്കാളി ചട്നി. നല്ല ടേസ്റ്റ്, ചോറൊക്കെ ഉള്ള നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പൊ തേങ്ങ ഇല്ലെന്നോർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ട സമ്മന്തി അരയ്ക്കാനായിട്ട്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി, ഒത്തിരി വഴട്ടൊന്നും വേണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. നമ്മുടെ സമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഒരു നമുക്കൊരു കണക്കുണ്ടല്ലോ, എത്രത്തോളം ഉപ്പിട്ട് അതിന് ഉപ്പാവും എന്നുള്ളത്, അത്രയും ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് വാടട്ടെ. സവോള ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിക്കായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള 1 സ്പൂണ് മുളക് പൊടി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം, കാരണം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒന്നൊഴിച്ച് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വേകാൻ വെക്കണം. നമ്മുടെ മുളകിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും പോലും ആവശ്യമില്ല. നമുക്കിതൊന്ന് ഇത്രയും വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഒരു 2 മിനിറ്റ്, അതിനപ്പുറത്തോട്ട് പോകണ്ട. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുവാണ്. തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് തണുക്കുമ്പോൾ നമുക്കൊന്ന് അരച്ചോണ്ട് വരണം. ഈ ഒരു ഇത് മതി, എന്നെങ്കിൽ ആ നല്ല കുഴഞ്ഞ് സമ്മന്തി പരുവത്തി കിട്ടത്തുള്ളൂ. ഇത്ര ലൂസ് വേണം. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടൊന്ന് അടിച്ചു കൊണ്ടുവരണം. ഇത് അരച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വലിയ അരയൊന്നും അരയ്ക്കണ്ട, നമ്മൾ 2 കറക്ക് ഇറക്കുമ്പോഴത്തേനെ ഇത് അരഞ്ഞോളും. ഇനി നമുക്കിത് കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അത് കൂടെ തന്നെ നമുക്കൊരു ഇത്ര ഉഴുന്ന പരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി ഇതിനകത്തേക്ക് 2 വറ്റൽ മുളക് അത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇത്രയും കുഞ്ഞുള്ളിയും കൂടെ. നന്നായി വരട്ടെ. കൂട്ടത്തിൽ 2-3 കരിയാപ്പിലയും കൂടെ. ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഇതിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി.
നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് സമയവും ലാഭിക്കാം. നമുക്കിത് ഉണ്ടാക്കിയൊക്കെ തലേദിവസം വെച്ചാലും അഴുക്കായി പോകത്തില്ല. നല്ല ടേസ്റ്റാണ്. തക്കാളിക്കാടെ പുളിയും ചെറിയ എരിവും എല്ലാം കൂടെ ആയപ്പോഴത്തെ നല്ല ടേസ്റ്റാണ്. നമ്മളെ തേങ്ങാ സമ്മന്തിയൊക്കെ മാറി നിൽക്കും. ഇനി നല്ല ദോശയും കൂടെ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇവനെയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയാം. നമ്മുടെ കടുകൊക്കെ പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ടതില്ല. അപ്പം തക്കാളിക്കൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചോറിനൊക്കെ കൂടെയും പരിപ്പ് വടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നമുക്ക് ഞായറാഴ്ചയൊക്കെ തിരക്കുള്ള ദിവസമല്ലേ, തലേദിവസമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കേടും ആവില്ല. അപ്പം നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.